Hi everyone, we are discussing techniques of correlation. So the first one was scatter diagram, and one of the main drawback of scatter diagram was we cannot measure the extreme values. നമ്മൾ ആ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കുമ്പം ഗ്രാഫിൽ എക്സ്ട്രീം വാല്യൂസ് ആയിട്ട് എക്സ്ട്രീം വാല്യൂസ് മീൻസ് വാട്ട് നമ്മൾ ആ ഡയഗ്രത്തിൽ നമുക്ക് ഒരു ബന്ധവും ഇല്ലാതെ ഒരു പോയിന്റ് കിടക്കുകയാണെങ്കിൽ ബാക്കി കുറേ പോയിന്റ്സ് അടുത്തടുത്ത് കിടക്കുന്നു, ഒരു പോയിന്റ് മാത്രം സ്കാറ്റർ ചെയ്ത് ദൂരെ പോയി കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എക്സ്ട്രീം വാല്യൂ എന്ന് പറയും. ആ ഒരു വാല്യൂവിന് ഈ നമ്മൾ ബാക്കി നോക്കുന്ന വാല്യൂ ആയിട്ട് ഒരു ബന്ധം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആ എക്സ്ട്രീം വാല്യൂകളെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? സ്കാറ്റർ ഡയഗ്രത്തിൽ വി ജസ്റ്റ് ഇഗ്നോർ ദം, അതിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വാല്യൂസ് വെച്ചിട്ടായിരുന്നു നമ്മളെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. സോ അത് വൺ ഓഫ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബെറ്റർ വേർഷൻ അല്ലെങ്കിൽ ബെറ്റർ ടെക്നിക്കിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ. അപ്പോൾ കാൾ പിയേഴ്സൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അതറിയാണ്, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബെസ്റ്റ് മെത്തേഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതെന്തായിരുന്നു? സ്കാറ്റർ ഡയഗ്രത്തിൽ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. ഹിയർ വി ആർ യൂസിങ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ സയൻറ്റിഫിക് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോറിലേഷൻ കണ്ടുപിടിക്കുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡർ ആസ് best measure because it provides the knowledge of direction of change in data. That is, scatter diagram നമുക്ക് കോറിലേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് അസോസിയേഷൻ, ഡിഗ്രി ഓഫ് കോറിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. എത്ര അളവിൽ ഇവ രണ്ടും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമുക്ക് ഡയറക്ഷൻ ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അതായത് ഏത് ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കണ്ടുപിടിക്കാൻ പറ്റും, ഇല്ല എന്നല്ല, പക്ഷേ ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ട്. സോ അതിൻ്റെ ഒരു ന്യൂനതകളെല്ലാം പരിഹരിച്ചുകൊണ്ട് വന്നതാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രീം വാല്യൂസ് കൺസിഡർ ചെയ്യാം, അതുപോലെ തന്നെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ കോറിലേഷൻ മൂവ് ചെയ്യുന്നത് എന്നുകൂടെ കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, we can see what is Karl Pearson's coefficient of correlation. Okay, according to Karl Pearson, coefficient of correlation lies between, നമുക്കറിയാം ലിമിറ്റ് -1 to +1 ആണ്. ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വരണം എന്ത്? നമ്മുടെ കോറിലേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് കോറിലേഷൻ നമ്മൾ കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ നമ്മൾ എങ്ങനെയായിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്തത്? ആർ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് നമുക്കറിയാം പെർഫെക്റ്റ് കോറിലേഷൻ ആണെങ്കിൽ, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ വി വിൽ ഗെറ്റ് ആർ ഇസ് ഈക്വൽ ടു +1. ആൻഡ് ഇഫ് ആർ ഇസ് -1, ദാറ്റ് ഇസ് ആർ ഇസ് -1, വി ക്യാൻ സേ ദർ എക്സിസ്റ്റ് എ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ആൻഡ് ഇഫ് ആർ ഇസ് 0, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദർ ഇസ് നോ കോറിലേഷൻ, കോറിലേഷനേ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കാൾ പിയേഴ്സണിലും അതൊന്നും ഡിഫറെൻ്റ് അല്ല. നമ്മുടെ വാല്യൂസും അതിൻ്റെ അസംഷൻസും എല്ലാം സെയിം ആണ്. ആറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റേഞ്ച് ബിറ്റ്വീൻ ആർ റേഞ്ചസ് ബിറ്റ്വീൻ -1 to +1. -1 indicates perfect negative correlation, +1 indicates perfect positive correlation, and 0 indicates there is no correlation. Okay, ആ ഒരു റേഞ്ചിലാണ് കോറിലേഷൻ്റെ വാല്യൂ വരേണ്ടത്. Okay, next we are going to see what are the assumptions that should be satisfied before before this calculation of Karl Pearson's coefficient, correlation coefficient. ഓക്കെ, ഏതൊക്കെയാണ് അസംഷൻ എന്ന് നോക്കിക്കേ. അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ സിറ്റുവേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് അസംഷൻസ് കീപ്പ് ചെയ്യും. കാരണം ഈ ഒരു അസംഷൻസ് അതുപോലെ നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ട് ആ മാത്തമാറ്റിക്കൽ ടെസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. സോ വി ആർ കീപ്പിംഗ് ദിസ് അസംഷൻസ് ഇൻ ഫസ്റ്റ് തന്നെ നമ്മളിത് വെക്കും. ആ ഒരു അസംഷൻസ് കറക്റ്റായി കീപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ.
ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ. സോ ഫസ്റ്റ് അസംഷൻ വാസ് ദ പോപ്പുലേഷൻ ഷുഡ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ പോപ്പുലേഷൻ, ഹോൾ പോപ്പുലേഷൻ സ്റ്റഡി, സെൻസസ് നമ്മൾ പഠിച്ചിരുന്നു, സെൻസസ് ആകാം, അല്ലെങ്കിൽ ഡാറ്റ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തതിന് ശേഷം സാമ്പിൾ സ്റ്റഡി ആകാം. ദാറ്റ് ഈസ് പ്രോബബ്ലി ഏതെങ്കിലും ഒരു സാമ്പിൾ സ്റ്റഡി ആകാം. ഈ രണ്ട് ആണെങ്കിലും, പോപ്പുലേഷൻ സ്റ്റഡി ഓർ സാമ്പിൾ സ്റ്റഡി രണ്ടാണെങ്കിലും ഇറ്റ് ഷുഡ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെൽ ഷേപ്ഡ് കർവ് വരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതായത് മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്നത് ഒറ്റ പോയിന്റിൽ, പീക്ക് പോയിന്റിൽ വരണം. ആൻഡ് ബൾജിനെസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഐഡിയൽ ബെൽ ഷേപ്ഡ് കർവ് വരുന്നതിനെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് അസംഷൻ ഈസ് ദ പോപ്പുലേഷൻ from which the data is collected should be normally distributed. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കറക്റ്റ് കോറിലേഷൻ വാല്യൂ കിട്ടുള്ളൂ. ദെൻ സെക്കൻഡ് വൺ ഇസ് ലീനിയാരിറ്റി. അപ്പോൾ ലീനിയാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുന്നേ ഒരു കോറിലേഷൻ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പഠിച്ചിരുന്നു. ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലീനിയർ റിലേഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതായത് കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. അപ്പം നമ്മളൊരു ലീനിയാരിറ്റി കീപ്പ് ചെയ്യുന്ന രണ്ട് വേരിയബിൾസ് തമ്മിൽ നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ ഗ്രാഫിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം. ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് അപ്വേർഡ് മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. അതാണ് ലീനിയറിറ്റി എന്ന് പറഞ്ഞാൽ. കോൺസ്റ്റൻ്റ് ആയിരിക്കണം. റേഷ്യോ ഷുഡ് ബി കോൺസ്റ്റൻറ്റ്. ചേഞ്ചസിനനുസരിച്ച്, ഒന്നിലെ മാറ്റത്തിനനുസരിച്ച്, ഡിനോമിനേറ്ററിലെ മാറ്റത്തിനനുസരിച്ച് ന്യൂമറേറ്ററിലും മാറ്റം വരണം, അല്ലെങ്കിൽ ന്യൂമറേറ്ററിലെ മാറ്റത്തിനനുസരിച്ച് ഡിനോമിനേറ്ററിൽ മാറ്റം വരണം. അതിനാണ് ലീനിയറിറ്റി എന്ന് പറയുന്നത്. അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലീനിയർ കോറിലേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലീനിയർ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് അസംഷൻ, കണ്ടിന്യൂസ് വേരിയബിൾ നമ്മൾ പറഞ്ഞു. ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും പഠിച്ചിരുന്നു അല്ലേ? നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പാഠം പഠിച്ചപ്പം പറഞ്ഞതാണ്. കണ്ടിന്യൂസ് വേരിയബിൾ എങ്ങനെയാണ്? ക്ലാസ് ഇൻ്റർവെല്ലിലായിരിക്കും കണ്ടിന്യൂസ് വേരിയബിൾ നമുക്ക് ഉണ്ടാവുക. അതായത് 10 to 20, 20 to 30, അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എന്താ 10, 20 എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇൻ്റർവെൽ ഉണ്ടാകില്ല. സോ ഈ കണ്ടിന്യൂസ് വേരിയബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കോറിലേഷൻ പഠിക്കാൻ പറ്റുള്ളൂ. ദെൻ നോമിനൽ ഡാറ്റ, ഓർഡിനൽ ഡാറ്റ, അതൊക്കെ ഇപ്പം കൺസിഡർ ചെയ്യേണ്ട. കുറച്ച് ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ട്. നോമിനൽ, ഓർഡിനൽ, ദെൻ ഇൻ്റർവെൽ, റേഷ്യോ, അങ്ങനെ 4 ടൈപ്പ് ഡാറ്റ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അനലൈസ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോമിനലും ഓർഡിനലും ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ് ഡീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻ്റർവെൽ ഉണ്ടാകില്ല, ഡിസ്ക്രീറ്റ് ആയിരിക്കും, സിംഗിൾ വാല്യൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നോമിനൽ ഡാറ്റയും ഓർഡിനൽ ഡാറ്റയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻ്റർവെല്ലും റേഷ്യോയും ആണ് നിങ്ങൾക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ എത്ര മനസ്സിലാക്കി വെക്കുക, നമുക്ക് ഇൻ്റർവെല്ലായിട്ട് തന്നിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയബിളിന് മാത്രമേ കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് പെയർഡ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വേരിയബിൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പഠിക്കുന്നത്, കോറിലേഷൻ. സോ രണ്ട് വേരിയബിൾ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ബന്ധം പഠിക്കാൻ പറ്റുള്ളൂ. ഒരു വേരിയബിളിൻ്റെ ബന്ധം പഠിക്കാൻ പറ്റില്ല. സോ പെയർഡ് ഒബ്സർവേഷൻ ആയിരിക്കണം. രണ്ട് വേരിയബിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് എല്ലാ വാല്യൂസിനും രണ്ട് വേരിയബിൾ വെച്ച് വേണം, രണ്ട് വാല്യൂസ് വെച്ച് വേണം, എങ്കിൽ മാത്രമേ ബന്ധം പഠിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് 2 വേരിയബിൾസ് എങ്കിലും വേണം. അടുത്തത് ആബ്സെൻസ് ഓഫ് ഔട്ട്ലയേഴ്സ്. നമ്മൾ പറഞ്ഞു എക്സ്ട്രീം വാല്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. സ്കാറ്റർ ഡയഗ്രത്തിൽ എക്സ്ട്രീം വാല്യൂസ് വന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷേ കാൾ പിയേഴ്സണിൽ നമുക്ക് എക്സ്ട്രീം വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും. പക്ഷേ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇഫ് വി ക്യാൻ അവോയ്ഡ് ദ സിറ്റുവേഷൻ ദെൻ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. നമ്മുടെ സ്റ്റഡി കുറച്ചും കൂടെ ആക്യുറേറ്റ് ആകും. സോ ആ എക്സ്ട്രീം വാല്യൂസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്റ്റഡിക്ക് നല്ലത്. ആബ്സെൻസ് ഓഫ് ഔട്ട്ലയേഴ്സ് മീൻസ് അവോയ്ഡിങ് എക്സ്ട്രീം വാല്യൂസ്. ദെൻ ഫൈനലി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബന്ധം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം സിഗരറ്റ് സ്മോക്കിംഗ് ആൻഡ് റെയിൻ തമ്മിൽ ബന്ധമുണ്ടോ? വേണമെങ്കിൽ ബന്ധപ്പെടുത്താം അല്ലേ? ഞാൻ അന്നൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഐസ്ക്രീം കൺസപ്ഷൻ ആൻഡ് ഡ്രൗണിങ് റേറ്റ് ഓഫ് പീപ്പിൾ. അത് രണ്ടും തമ്മിൽ പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല. ഐസ്ക്രീം തിന്നുന്നതുകൊണ്ടല്ല ആരും പോയി മുങ്ങി മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യക്ഷത്തിൽ അത് തമ്മിൽ ബന്ധമില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ബന്ധം കണ്ടുപിടിക്കാം. ഓക്കെ,
അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ട്, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോറിലേഷൻ പഠിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിലും നമുക്ക് പഠിച്ചാൽ നമുക്ക് വാല്യൂ എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് കോറിലേഷൻ ആസ് 0. ഓക്കെ, സോ ദീസ് ആർ ദ അസംഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ, മെത്തേഡ്സ് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ. നമ്മൾ കാൾ പിയേഴ്സണിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അരിത്മെറ്റിക് മീൻ ആൻഡ് ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അസ്യൂംഡ് മീൻ. ഓക്കെ, മെത്തേഡ്സ് ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.